നിലമ്പൂരിൽ പി.വി. അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ അല്പസമയത്തിനകം തുടക്കമാകും. 6:30 യോഗം തുടങ്ങുമെന്നതാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. CPM-നെ വെല്ലുവിളിച്ചുള്ള അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാവി കൂടി ഉടൻ അറിയാൻ കഴിയും. ഇപ്പോൾ സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായുള്ളത് നിലമ്പൂർ ഗസ്റ്റ് ഹൗസിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമീർ, അവിടെയാണോ പി.വി. അൻവർ ഉള്ളത്? അദ്ദേഹം പുറപ്പെട്ടോ? അനുജ, നിലവിൽ പി.വി. അൻവർ MLA ഉള്ളത് നിലമ്പൂർ ഗസ്റ്റ് ഹൗസിലാണ്. ഏതാണ്ട് അരമണിക്കൂർ മുന്നെയാണ് പി.വി. അൻവർ അദ്ദേഹത്തിന്റെ ഒതായിലെ വീട്ടിൽ നിന്നും ഇറങ്ങി നിലവിൽ ഒരു മരണ വീടും സന്ദർശിച്ച് നിലവിൽ നിലമ്പൂർ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാനഘട്ട ഒരുക്കത്തിന്റെ ഭാഗമായും അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയുടെ ഭാഗമായുമാണ് അദ്ദേഹം നിലവിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 15 മിനിറ്റിനകം തന്നെ ഇവിടെ നിന്നും നിലവിൽ പരിപാടി നടക്കുന്ന ചന്തക്കുന്നിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ സ്റ്റേജിന്റെ ഏതാണ്ട് 50 മീറ്ററോളം അകലെ നിന്നായിരിക്കും പ്രധാനമായും പി.വി. അൻവർ MLA വാഹനത്തിൽ നിന്നും ഇറങ്ങി ഒരു കാൽനടയായിട്ടായിരിക്കും ആ പരിപാടിയുടെ സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ചന്തക്കുന്ന് മാത്രമല്ല, ഗസ്റ്റ് ഹൗസിന്റെ ഭാഗത്തും ചില ആളുകൾ പി.വി. അൻവർ MLA കാണാനും കേൾക്കാനുമായി എത്തിയിരിക്കുകയാണ്. MLA കാണാൻ വേണ്ടി വന്നാണോ? എന്താണ് MLA-യുടെ ആരോപണങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അത് തെളിയിക്കേണ്ടത് എന്നുള്ളത് എന്റെ അഭിപ്രായം. അത് അന്വേഷണം നടത്തണം. MLA പറഞ്ഞത് ശരിയാന്നുള്ളത് തന്നെയാണ്. MLA പറഞ്ഞത് ശരിയായിട്ട് അന്വേഷണം നടത്തി അതിന്റെ കുറ്റക്കാരെ കണ്ടെത്തുക തന്നെ പോകണം. ഏതെങ്കിലും പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണോ? പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളാണ്. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളാണ്. അനുജ, ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ ചന്തക്കുന്ന് ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ ഗസ്റ്റ് ഹൗസിന്റെ ഈ ഭാഗത്തും പി.വി. അൻവർ MLA കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ പി.വി. അൻവർ MLA-യുടെ ഒതായിലെ വീട്ടിൽ നിന്നും ഈ നിലമ്പൂർ ചന്തക്കുന്ന് വരെയുള്ള ഭാഗത്തുള്ള യാത്രക്കിടെയുള്ള എല്ലാ ഇടങ്ങളിലും പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2ഓളം പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങൾ പി.വി. അൻവർ MLA അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ടൗണുകളിലെല്ലാം തന്നെ പോലീസ് വലിയ സുരക്ഷയും ഒരുക്കിയിരിക്കുകയാണ്. ഈ ഇങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിൽ പലയിടങ്ങളിലും റോഡിന് ഇരുവശങ്ങളിലും പി.വി. അൻവർ MLA കാണാൻ വേണ്ടി നിരവധി ആളുകളും എത്തിയിരുന്നു. ഏതായാലും രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന പി.വി. അൻവർ MLA-യുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, അൻവർ ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ വളരെ ശക്തിയായി ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന EN മോഹൻദാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പി.വി. അൻവർ MLA ഉന്നയിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു RSS-ന് വേണ്ടിയാണ് അദ്ദേഹം പണിയെടുക്കുന്നത് എന്നുള്ള കാര്യം. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇന്ന് പുറത്തുവിടുമെന്നുള്ളതും പി.വി. അൻവർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം തെളിവുകളും എല്ലാം തന്നെ വീക്ഷിക്കുന്നതിനും പി.വി. അൻവർ MLA-ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയും നിരവധി ആളുകളാണ് ഈ ചന്തക്കുന്ന് ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇതിലെടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, CPM-ന്റെ പാർട്ടി അംഗങ്ങൾ വരെ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 15 മിനിറ്റിനകം തന്നെ പി.വി. അൻവർ MLA ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങും. പിന്നീട് നേരെ ചന്തക്കുന്നുള്ള ഈ പരിപാടിയുടെ സ്ഥലത്തേക്കായിരിക്കും എത്തുക. ഏതാണ്ട് ഇവിടെ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിക്കുമെന്നുള്ളതാണ് പി.വി. അൻവർ വ്യക്തമാക്കിയത്. അല്പസമയം മുന്നേ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോഴൊന്നും കാര്യമായി സംസാരിക്കുന്നില്ല, എല്ലാം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുമെന്നുള്ളതാണ് പി.വി. അൻവർ വ്യക്തമാക്കിയത്. ഏതായാലും ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു പി.വി. അൻവർ ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ADGP-യുടെ RSS ബന്ധം, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ, അതിന് പിന്നാലെ CPM പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു. അതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണമായി രംഗത്ത് വരുന്നു. അങ്ങനെ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിക്കാനുള്ള ഒരു ധൈര്യം പി.വി. അൻവർ കാണിക്കുന്നു. തന്നെ കേൾക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ എത്തുമെന്നുള്ള ഒരു ആത്മധൈര്യമായിരുന്നു അൻവറിനെ ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 15 മിനിറ്റിനകം തന്നെ പി.വി. അൻവർ MLA-യുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം ആരംഭിക്കുകയും ചെയ്യും. അനുജ, ഇതിലിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചന്തക്കുന്നിലെ ആ വേദി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ വലിയ ജനാവലിയാണ്. ആ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ പി.വി. അൻവർ പറഞ്ഞത് 500 പേർ എത്തുമായിരിക്കുമെന്ന് പരിഹാസ രൂപേണയുള്ള മറുപടിയായിരുന്നു. പക്ഷെ പാർട്ടിക്ക് അറിയാം ഇങ്ങോട്ടേക്ക് ജനങ്ങൾ എത്തിച്ചേരും, അത് പാർട്ടി അണികൾ തന്നെ, പാർട്ടി പ്രവർത്തകർ തന്നെ എത്തിച്ചേരുമെന്നത് പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞതാണ്. കേൾക്കാൻ ആളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. അതിൽ കഴമ്പുണ്ട് എന്ന് പറയുന്നവരെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. നമ്മുടെ പ്രതിനിധി വിപിനോട് സംസാരിക്കുമ്പോൾ പലരും ആ തരത്തിലേക്ക് പറയുന്നുണ്ട്. ഇത് എത്രത്തോളം പാർട്ടിയെ പ്രതിരോധത്തിലാക്കും? സമീർ. അനുജ, തീർച്ചയായും നിലമ്പൂരിലും ഒപ്പം തന്നെ മലപ്പുറത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും CPM കൂടുതൽ പ്രതിരോധത്തിലാകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് മലപ്പുറത്തെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാകും. പ്രത്യേകിച്ച് പി.വി. അൻവർ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന്, ന്യൂനപക്ഷങ്ങൾക്കെതിരെ പാർട്ടി അടക്കമുള്ളവർ പ്രവർത്തിക്കുന്നു, പോലീസ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു അടക്കമുള്ള കാര്യങ്ങളായിരുന്നു പി.വി. അൻവർ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മലപ്പുറത്തെ രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാകും. ഒപ്പം തന്നെ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ പി.വി. അൻവറിന്റെ ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് എടക്കര, നിലമ്പൂർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പി.വി. അൻവർ
അൻവറിന് ശക്തമായ സ്വാധീനമുണ്ട്, ശക്തമായ കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ പി വി അൻവർ നേരത്തെ വെല്ലുവിളിച്ചും അത് തന്നെയാണ്, അതായത് മുന്നറിയിപ്പ് നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ പല പഞ്ചായത്തുകളും പൂർണ്ണമായും CPM-നെ കൈവിടും എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പ് പി വി അൻവർ നൽകാനുള്ള കാരണവും കോൺഫിഡൻസും അത് തന്നെയാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അല്പസമയത്തിനകം തന്നെ പി വി അൻവർ MLA എവിടെ നിന്നും ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ജില്ലയുടെ അകത്തുനിന്നും പുറത്തു നിന്നുമുള്ള കൂടുതൽ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് നിലമ്പൂരിൽ പി വി അൻവറിനെ കേൾക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പല ആളുകളും പറയുന്നത് പി വി അൻവർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നടക്കട്ടെ, സർക്കാർ അതുമായി ബന്ധപ്പെട്ട പി വി അൻവർ പറഞ്ഞത് ശരിയല്ലെങ്കിൽ തെളിയിക്കട്ടെ എന്നുള്ള തരത്തിലുള്ള എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇത്തരം അഭിപ്രായമുള്ള ആളുകളാണ് പ്രധാനമായും ഈ പരിപാടിയുടെ ഭാഗമായി എത്തിയത് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പരിപാടിയുടെ ഭാഗമായി എത്തിയത്. അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള തെളിവുകളായിരിക്കും, എന്തൊക്കെ തെളിവുകളായിരിക്കും പി വി അൻവർ ഇന്ന് പുറത്തുവിടുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള RSS ബന്ധം തന്നെ ഉന്നയിച്ചു തെളിവുകൾ പുറത്തുവിടുന്നു പറയുന്നു. അങ്ങനെയെങ്കിൽ എന്ത് തരത്തിലുള്ള തെളിവായിരിക്കും ഇത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് അദ്ദേഹം പി വി അൻവറിനെതിരെ വളരെ രൂക്ഷമായ പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് പി വി അൻവർ രാഷ്ട്രീയ കോമാളിയാണ് എന്നുള്ള അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പ്രയോഗങ്ങളടക്കം അദ്ദേഹം നടത്തി പി വി അൻവറിനെ കൂടുതൽ പ്രകോപിപ്പിച്ചൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ നേരത്തെ LDF-ന് വേണ്ടി മലപ്പുറത്ത് നിന്നും പല ഘട്ടങ്ങളിലായി മത്സരിച്ച LDF-ന്റെ പല സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പി വി അൻവറിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൊന്ന് നിലവിൽ KT അബ്ദുറഹ്മാൻ, നിലവിൽ അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ നിന്നും LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി 2016 മത്സരിച്ച ആളായിരുന്നു. അദ്ദേഹം നിലവിൽ പി വി അൻവറിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ്. നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പി വി അൻവർ ചന്തക്കുന്നിലെ വേദിയിലേക്ക് പുറപ്പെടും. കൃത്യം 6:30 പരിപാടി തുടങ്ങുമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാകും അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുക എന്ന വിവരമാണ് സമീർ ബിൻ കരീം നൽകിയത്. നമ്മൾ ഒരിക്കൽ കൂടി ചന്തക്കുന്നിലെ വേദിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വിപിൻ C. വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, ഇപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിയുന്ന ജനാവലിയാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഈ ഗ്രൗണ്ട് എന്നത് അറിയാമോ? മറ്റൊന്ന്, നമ്മളോട് സംസാരിച്ചവർ എല്ലാവരും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതിൽ ഒരാൾ ലീഗ് പ്രവർത്തകനാണെന്ന് പറയുന്നു, മറ്റുള്ളവരൊക്കെ ഒന്നുകിൽ CPIM-ന്റെ അംഗങ്ങളാണെന്ന് പറയുന്നു, LDF-ന്റെ ആളാണെന്ന് പറയുന്നു. ആ തരത്തിലേക്ക്, പക്ഷെ അവരെല്ലാവരും അൻവർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന ആളുകളാണ്. അപ്പോൾ അൻവറിനൊപ്പം ആളുകളുണ്ട് എന്ന് തന്നെയല്ലേ ഇത് വ്യക്തമാക്കുന്നത്? ഇനി തീപ്പന്തമാകും അൻവർ എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ചന്തക്കുന്നിലെ വേദിയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിറഞ്ഞു കവിഞ്ഞ ജനാവലിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് പി വി അൻവർ പറയാൻ പോകുന്നത് എന്നത് കേൾക്കാനാണ് അവർ നിൽക്കുന്നത്. പി വി അൻവർ പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായും യോജിപ്പാണ്. ഞങ്ങളിപ്പോഴും പാർട്ടിയോടൊപ്പം തന്നെയാണുള്ളത്. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ്, ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് മുകളിലേക്ക് പോകുന്നില്ല ഈ കാര്യങ്ങൾ. ഈ വിമർശനങ്ങളെല്ലാം കഴമ്പുള്ള വിമർശനങ്ങളാണ് എന്ന് പറയുന്ന ഒട്ടേറെ പേരെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും എന്താണ് ഇനി അദ്ദേഹം പറയാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമോ, ഇതെല്ലാം നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. അല്പസമയത്തിനകം പി വി അൻവറിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് നിലമ്പൂരിൽ തുടക്കമാകും.